ചെറിയൊരു ട്രിപ്പ് പോവാണ്. പക്ഷെ രാവിലെ തന്നെ ആർക്കും ഒരു ഉന്മേഷവും ഇല്ല. എല്ലാവരും വണ്ടിക്കകത്ത് ഉറങ്ങുക. എന്ത് ചെയ്യും? ഒന്ന് ഓണാവാൻ കുറച്ച് സമയം വരും. അപ്പം ഞങ്ങൾ നേരെ കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയാട്ടോ. നമ്മളൊക്കെ കൊല്ലങ്കോട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ആക്കരുത് സ്ഥലം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒന്ന് പോകണം. കുടിലിടം നല്ല കാഴ്ചകളും നല്ല ഭംഗികളുള്ള സ്ഥലമാണ് കൊല്ലങ്കോട്. സ്വാഭാവികമായിട്ട് അറിയാലോ. ഇത് വലതുവശത്ത് നിൽക്കുന്ന അമ്മയാണ്, ഇടതുവശത്ത് നിൽക്കുന്നത് അമ്മയുടെ ചെറിയൊരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തതാണിത്. കൊല്ലങ്കോട് കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല ഭംഗിയാണ്. അടുത്ത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ ചെന്നപ്പോൾ നമുക്ക് പരിപ്പോടെയും ചായയൊക്കെ റെഡിയാക്കി വെച്ചേർത്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഫാമിലിയാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും പരിപ്പോട ഒട്ടാറ് ടേസ്റ്റായിരുന്നു കേട്ടോ. അവിടുത്തെ പരിപ്പോട പറയാതിരിക്കാൻ വയ്യ. നല്ല നല്ല പരിപ്പോടയുടെ ടേസ്റ്റ് മാത്രം മതി. അടിപൊളിയായിരുന്നു. പിന്നെ ഇത്രയും പ്രായത്തിലും ഇങ്ങനെയൊരു അതെ അമ്മാവനൊരു സെൽഫി എടുക്കാൻ അല്ല ചേട്ടനൂടെ ബാല പരിപ്പോട ബാലയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് ഒരെണ്ണം കൂടെ മേടിക്കുക. ആദ്യത്തെ പരിപ്പോട മേടിച്ചു കൂടാതെ അത് ഭദ്ര അല്ല, നമ്മൾ ജസ്റ്റ് തൊട്ടടുത്തൊരു ഷാപ്പുണ്ട്. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടം വരെ ഒന്ന് അതിൻ്റെ ആ ഭംഗിയുണ്ടോ ആ ഈ പഴയ ഒരു രീതിയിലുള്ള. ഇപ്പോൾ അത് എല്ലാവർക്കും ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇത് നമ്മളെ പോണ വഴിക്ക് കണ്ട ഒരു വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു മതിൽ പോലെ. നമ്മളൊക്കെ മതിൽ എങ്ങനെയാണ് കേട്ടണേ, അവർ ആ മതിൽ കണ്ടോ എന്ത് ഭംഗിയാണ്. നിലവിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോയത്. ഈ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തെ പറ്റി കുറേ ഐതിഹ്യങ്ങളുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഒത്തിരി അറിയില്ലെങ്കിൽ കൂടി അവിടെ ഈ പറഞ്ഞ ബലി, അതായത് മൃഗങ്ങളെ കൊണ്ടുവന്ന് കോഴി ആയിക്കോട്ടെ കൊണ്ടുവന്ന് അവിടെ ബലി നൽകി എന്ത് ചെയ്യുന്നു, കറി വെച്ച് പാചകം ചെയ്യുന്നു, അത് കഴിക്കുന്നു. അങ്ങനെയുള്ളൊരു ഇതുണ്ട്. പക്ഷെ അതിന് നമുക്കതിനെപ്പറ്റി നമുക്കൊരു പ്രശ്നം വേറൊന്നുമല്ല. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമുക്കിങ്ങനെ പള്ളി പോകുന്നത് പക്ഷേ ആരെങ്കിലും ചെയ്യും നമുക്കറിയില്ല. അപ്പോൾ അവിടുത്തെ ഈ ആരാധന എന്താണെന്നുള്ളതും നമുക്കറിയില്ല. അതാണ് ഒരു ഡൗട്ട് കേട്ടോ. അപ്പോൾ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമുക്കിങ്ങനെ മൃഗങ്ങളെ കൊന്ന് നമ്മൾ പാചകം ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം കൂടെ പറയട്ടെ. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് നല്ല റീച്ച് കിട്ടി. ഇവിടുന്ന് അത്യാവശ്യം എല്ലാവരും തന്നെ അത് ഷെയർ ചെയ്യുകയും നല്ല വ്യൂവേഴ്സും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോയും അങ്ങനെ തന്നെ സഹായിക്കണമെന്ന്. ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇതുപോലെ ചിക്കൻ കറി വയ്ക്കുമോ? ഉച്ചത്തെ ഫുഡ് കഴിക്കാനായിട്ട് നേരെ നമ്മുടെ അയ്യപ്പഞ്ചേട്ടൻ്റെ ഹോംലി മീൽസ് അവിടേക്കാണ് പോയത്. അവിടുത്തെ കാഴ്ചകളാണ് നല്ല ഭംഗിയാണ്. പോണ വഴിയൊക്കെ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ വേറൊന്നുമില്ല, നല്ല തിരക്കാണ് അവിടെ. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. പ്രത്യേകിച്ചും ഓഫ് സീസണിൽ അതായത് നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വല്യമ്മ തൊട്ട് ഫ്രണ്ടിലുള്ളൊരു വീടാണ്. ഒരമ്മ ഞങ്ങളോട് കുറേ സംസാരിച്ചു. കാരണം ഞങ്ങൾ സംസാരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത്. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ മാമന്മാർ, അതായത് എൻ്റെ അമ്മാവന്മാർ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവിടുത്തെ എൻ്റെ അമ്മയുടെ അമ്മയുമായിട്ട് സാമ്യം ആ വല്യമ്മയ്ക്കുണ്ട്. അപ്പോൾ അത് പെങ്ങളുടെ കൊച്ചാണ്, അമ്മാവൻ്റെ പുള്ളിക്കാരത്തി. രാവിലെ ചെറിയ പനി വയ്ക്കുകയായിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും കൊല്ലമട റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പോയി. പഴയ ദിലീപിൻ്റെ വെട്ടം സിനിമ പിടിച്ചൊരു സ്ഥലമുണ്ടല്ലോ,
നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ട്രെയിനൊന്ന് വന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. പക്ഷേ നമുക്കത് ഒട്ടും പറ്റിയില്ല. ആ സമയത്ത് ട്രെയിനൊന്നും അതിൽ വന്നില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം അവിടെ നിന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. എല്ലാവർക്കും വലിയ പ്രശ്നം, എല്ലാവരും നന്നായിട്ട് അത് ആസ്വദിച്ചു കിട്ടും. കാരണം ഇങ്ങനെ ഒരു നാച്ചുറലായിട്ടൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴയ്ക്കാണ് പോണേ. മലമ്പുഴ ചെന്നപ്പോൾ കണ്ട വെറൈറ്റി ആയിട്ടൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച കുറേ ഫാൻസുകാർ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പോർച്ചുഗലുണ്ട്, അർജൻറ്റീനയുണ്ട്, ബ്രസീലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്കത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു സ്ഥലത്ത്, കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഫ്ലെക്സ് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ത്യ എന്ന് ലോകകപ്പിൽ കളിക്കും. വൺ ഡേ വി വിൽ പ്ലേ ദ ഫുട്ബോൾ വേൾഡ് കപ്പ്. ഏറെ സന്തോഷം തോന്നി ഈ കാഴ്ച. ഒരു പ്രശ്നമുണ്ടായി, അവർ അത് എന്തോ അത് അടച്ചിട്ടേക്കുവായിരുന്നു എന്തോ. ഏതായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറിയോടുകൂടി എല്ലാവരും ഫുൾ ഓണായി. അതായത് രാവിലെ മുതൽ ഈ സമയം വരെ ഒരു സ്ഥലത്ത് ഒരു നേരത്ത് പോലും ഇറങ്ങാതിരുന്ന എല്ലാം അവർ വൈകുന്നേരമായപ്പോഴും ഫുൾ വണ്ടിക്കാരും നല്ല രീതിയിൽ സഹായിച്ചു. പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഡ്രൈവറും കൂടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പിന്നെ പ്രത്യേകിച്ച് വണ്ടിയിൽ നമ്മൾ സ്വന്തമായിട്ട് ട്രിപ്പ് പോകുമ്പോൾ വണ്ടിയിലെ സൗണ്ട് സിസ്റ്റം എല്ലാം പെർഫെക്റ്റായാൽ മാത്രമാണല്ലോ ഒരു റോളാവും. അപ്പം അത് ഏതായാലും അതിലുള്ള റെഡ് ബുൾ ഇട്ടാൽ എല്ലാവരും വണ്ടി ദയവ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക.